ചീനച്ചട്ടി വൃത്തിയാക്കി എടുത്തിട്ട് നമ്മൾക്കതൊന്ന് പരീക്ഷിച്ച് നോക്കണ്ടേ. അതിനുവേണ്ടി ഞാൻ 1 ഗ്ലാസ് പച്ചരി ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. കുതിർന്ന് വന്നതിന് ശേഷം പിന്നെ 1/2 ഗ്ലാസ് ചോറ് ചേർത്തു. 2 പിടി തേങ്ങയും ഇവിടെ ചേർത്തിട്ട് 1/2 സ്പൂൺ പഞ്ചസാര, പിന്നെ തേങ്ങാവെള്ളം ഇങ്ങനെ പുളിപ്പിച്ച് വെച്ചതാണ്, 2 ദിവസം ഒഴിച്ച് വെച്ചത്. അതും കൂടെ ചേർത്താണ് അരച്ചെടുക്കുന്നത്. വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, തേങ്ങാവെള്ളം ചേർത്ത് തന്നെ അരച്ചു. ഇതിൻ്റെ അകത്ത് ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. കലക്കി വെച്ചു. ഞാൻ റൈസ് കുക്കറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലേക്ക് നല്ല പൊങ്ങി പുറത്തേക്ക് മറിയുന്ന അത്രയും പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ട് നോക്കാം. ആദ്യമായിട്ട് ചുടുന്നതാണ്, കല്ല് ശരിയായിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ. ആദ്യത്തേൻ്റെ ഷേപ്പൊന്നും അത്ര ശരിയായിട്ടില്ല, ലേശം ചൂട് കുറഞ്ഞു അതിന്. അതുകൊണ്ട് വക്കൊന്നും അധികം പൊരിഞ്ഞു വന്നിട്ടില്ല. നല്ല ഇളകി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി മയക്കിയെടുത്ത് നല്ല വൃത്തിയായിട്ടുണ്ട്. വക്കിളകി വരാത്തതിന് ഇതുപോലെ ഒന്ന് എണ്ണ ലേശം തൂവി കൊടുത്താൽ മതി, പെട്ടെന്ന് കിട്ടുക. എന്നിട്ട് ചട്ടി സൂപ്പറായിട്ട് മയക്കിയെടുത്തിട്ടുണ്ട്. താങ്ക് യു.